സപ്തർഷിമാരിൽ ഒരാളാണ് മാർക്കണ്ഡേയ മഹർഷി. ദീർഘായുസിനുടമയായ അദ്ദേഹം കാലത്തിന്റെ ഒടുക്കം കാണാൻ ആഗ്രഹിച്ചു. ഭഗവാൻ വിഷ്ണുവിന്റെ അനുമതി നേടി അദ്ദേഹം യുഗങ്ങളുടെ അന്ത്യം, അതായത് മഹാപ്രളയം കാണാനായി കാത്തിരുന്നു. അവസാനം മഹാപ്രളയമെത്തി. മഴ കനത്തു. ആകാശവും ഭൂമിയും ഒന്നായി. സർവ്വചരാചരങ്ങളും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. എല്ലായിടത്തും ജലം മാത്രം. പ്രളയജലത്തിൽ ഒഴുകി നടന്ന മഹർഷിക്ക് ഒരിടത്തും കര കാണാനായില്ല. അപ്പോഴാണത് സംഭവിച്ചത്. ദൂരെ ആ പ്രളയജലത്തിൽ അത്ഭുതകരമായൊരു കാഴ്ച അദ്ദേഹം കണ്ടത്. ഒരു ആൽമരത്തിന്റെ ഇല. ആ ഒരൊറ്റ ആലില മാത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതിൽ സർവ്വലോകത്തിന്റെയും നാഥനായ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ. ഒരു ഓമനക്കുഞ്ഞായി, വലതുകാൽ പെരുവിരൽ വായിലിട്ട് ചിരിച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുന്നു. ഈ മഹാവിസ്മയം കണ്ട മഹർഷി വിസ്മയിച്ചു നിന്നു. കുഞ്ഞിക്കണ്ണൻ ശ്വാസമുള്ളിലേക്ക് വലിച്ചപ്പോൾ അദ്ദേഹം ആ കുഞ്ഞു ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ആ കുഞ്ഞുദേഹത്തിനുള്ളിൽ മാർക്കണ്ഡേയൻ കണ്ടതോ ജലത്താൽ മുങ്ങിയ ലോകമല്ല, എല്ലാ ലോകങ്ങളും, നദികളും മലകളും ജീവജാലങ്ങളും അടങ്ങിയ മുഴുവൻ പ്രപഞ്ചവും. ഭഗവാന്റെ മായയുടെ ആഴമാണ് നാം കണ്ടത്. നമ്മൾ കാണുന്ന ഈ ലോകം മുഴുവൻ ആ കുഞ്ഞുദേഹത്തിൽ ഒതുങ്ങുന്നു. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് പ്രളയമുണ്ടായാലും ഒരു ഭയവും വേണ്ട. ഈ മഹാവിസ്മയം കണ്ട ഋഷി ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു. നിങ്ങൾക്കറിയാവുന്ന ശ്രീകൃഷ്ണന്റെ മായാലീലകൾ എന്തെല്ലാമാണെന്ന് കമന്റിൽ പറയൂ. ഹരേ കൃഷ്ണ.